ഉണ്ട് 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 ഇവിടെ തന്നെയുണ്ട്, തന്നെയുണ്ട്. കുഞ്ഞും തൂക്കം കാണുമ്പോൾ സഹിക്കില്ല കേട്ടാ. ചത്താലും തൂക്കാനൊരു കുറവില്ല. ഇതാ ഈ ലൊക്കാലിൽ തന്നെ ഉണ്ട്. നോക്കിയോ നോക്കിയോ. ഞാൻ കണ്ടുപിടിക്കാം എന്നിട്ട്. ഇവിടെയോ ഉണ്ട്. നോക്കി ഇത് വെച്ചിട്ട് തൂക്കാം. ഇതാണ് സ്റ്റാൻഡ് വേണമെന്ന് പറഞ്ഞാൽ കയ്യിൽ തന്നെ കേട്ടോ. കുഴപ്പമില്ല, എനിക്ക് വേറെ ഒന്നുമില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അതായിട്ടുള്ളതാണെങ്കിൽ എനിക്ക് വിഷയമേ ഇല്ല. മനസ്സിലായില്ലേ? വിഷയമേ അല്ല, ശൈലിച്ചതൊരു വിഷയമേ അല്ല. പക്ഷേ നമുക്കിട്ട് ജീവിച്ചിരുന്നപ്പോഴൊക്കെ നമുക്കിട്ട് പാര വെച്ചിട്ട് ചത്തപ്പം ബാക്കി നടന്ന വിടുവോ? ഇപ്പം എനിക്ക് സ്റ്റാൻഡ് വേണം കേട്ടോ. സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ ബായ്. പിന്നെ കണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രേതത്തെ കണ്ടെന്ന്. പ്രേതത്തിനെ കാണാൻ പറ്റിയൊന്നുമില്ല. അത് ഏവൻ പറഞ്ഞു, എവള് പറഞ്ഞു എങ്കിൽ എനിക്ക് കാണണം. അതങ്ങനെ കാണാനൊന്നും പറ്റൂല. അത് കാണിച്ചിട്ട് ഷോ കാണിക്കണമെങ്കിൽ ഒരു പണി കൊടുക്കുകയും വേണം. അത് കാണാൻ പറ്റുന്ന സാധനമല്ല. നമുക്ക് സ്മെല്ല് അല്ല, മറ്റുള്ള സ്മെല്ല്, പിന്നെ വിശ്വസിക്കാത്തതൊക്കെ ഉണ്ടല്ലോ. എനിക്ക് അത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായി? പിന്നീട് ഒരു ഇതുണ്ടല്ലോ, ഒരു മൊബൈൽ, അതിലെന്തോ റെഡ് കളർ കാണിക്കും. അതാണെങ്കിൽ എനിക്കങ്ങനെയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ലൊക്കാലിറ്റി ഉണ്ട്. എന്തായാലും ഞാൻ നേരത്തെ ആ കയ്യിൽ ചൂല് പിടിച്ചിരുന്നില്ലേ, അപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. ഇപ്പോൾ എവിടെയുണ്ട്. ഞാനിത് നോക്കും കേട്ടോ. ഞാനിത് പിടിച്ച് വെച്ചിട്ട് ഞാൻ നോക്കും. ഇതാ ഈ ഇവിടെ എവിടെയോ നിൽപ്പുണ്ട്. കറക്റ്റ് ഉണ്ടോ? അടുത്ത് തന്നെ ഉണ്ട്. എനിക്ക് കൂട്ടൊന്നും വേണ്ട കേട്ടോ. നീ എന്തിനാ എൻ്റെ വയ്ക്കുന്ന നടക്കണം? പൊക്കോ. എൻ്റെ കൂട്ടും തേങ്ങയൊന്നും എനിക്ക് വേണ്ട. ഞാൻ കാണിച്ചു തരാം. അടുത്ത് തന്നെ ഉണ്ട്. അപ്പം ഞാനൊരു പണി ചെയ്താലേ പറ്റുള്ളൂ കേട്ടോ. ഞാൻ മാക്സിമം നോക്കി ഈ ശല്യം തന്നെ വിട്ടു പോകുന്നില്ല. വേറെ ഒന്നുമല്ല, അതെനിക്കത് പറയാൻ പറ്റില്ല. ഇനി വഴി അതേ ഉള്ളൂ. നോക്കട്ടെ. നല്ലതും കണ്ടല്ലോ. പക്ഷേ ഇതൊന്നും കണ്ടു കഴിക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ എനിക്ക് സ്മെല്ല് ആ ഒരു ഇതേ ഉള്ളൂ. എന്നാൽ നോക്കിയാൽ എനിക്ക് ഛർദ്ദിക്കാൻ പറഞ്ഞു.